ഇന്ന് നമ്മുടെ കൊച്ചു കൃഷിസ്ഥലത്തു നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുത്തു. അതായത് കപ്പ, ഇഞ്ചി, മഞ്ഞൾ, മെയിനായിട്ട് മഞ്ഞളാണ് കേട്ടോ. പിന്നെ ചേന അത്ര വലുതായതൊന്നുമില്ല, ചെറിയ ചേനയാണ് കിട്ടിയത്. കാച്ചിൽ ഈ തിരുവാതിരയുടെ സമയത്ത് പറിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ അന്ന് ആളെ കിട്ടിയില്ല കാച്ചിൽ പറിക്കാൻ. നമ്മുടെ വിയറ്റ്നാം വേർലിയിൽ ഒരേ ഒരു ചക്കയേ ഉള്ളൂ. 2 കുഞ്ഞ് ചക്ക വേറെ ഉണ്ട്, പക്ഷെ അതത്ര ഗുണകരമല്ല. പിന്നെ ഇത്തവണ നമ്മൾ കുറേ ചെറുതൊക്കെ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ അത് കൊഴിഞ്ഞു വീണു. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പച്ചമുളകിൻ്റെ തൈയാണ് കേട്ടോ. അതിലിത് ചെറിയ ചെടിയായപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മുളകുണ്ടായി. ഇത് വഴുതനങ്ങ ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ തക്കാളിയും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഈ ചട്ടിയിലൊക്കെ മണ്ണ് നിറയ്ക്കണ പരിപാടിയായിരുന്നു മെയിനായിട്ട്. നമുക്കിന്നൊരാളെ സഹായത്തിന് കിട്ടി, പുള്ളിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചു. ഇവിടെ വരുന്ന സ്ഥിരം പണിക്കാരനല്ല, ഇയാൾ വരാറുണ്ട്. ഇതിനു മുമ്പ് കുറേ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. നല്ല കൃത്യമായിട്ട് നല്ല ഇതായിട്ട് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. അപ്പോൾ ഇത് പച്ചമുളക്, തക്കാളി, പിന്നെ വഴുതന, വെണ്ട ഒക്കെയുണ്ട്. അതെല്ലാം നട്ട് വയ്ക്കാം. ഇത് അവിടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കൊണ്ടുതന്ന പോട്ട്സാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഈ മണ്ണ് നിറച്ചിട്ട് വേണം തൈ നടാൻ. അപ്പോൾ ആദ്യം കഴിഞ്ഞ വർഷം ഞാൻ ഗ്രോ ബാഗിലാണ് മഞ്ഞൾ കൊണ്ടുപോയി നട്ടു വെച്ചത്. അതിന് മുമ്പത്തെ പ്രാവശ്യം താഴെ തന്നെ മണ്ണിൽ തന്നെ നട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്രോ ബാഗിലാണ്. പക്ഷെ ഇഷ്ടംപോലെ മഞ്ഞൾ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ എടുത്തിട്ട് ഞാൻ ഈ ഗ്രോ ബാഗിലൊക്കെ കൊണ്ടുവന്ന് നട്ടു വെച്ചു. ഒരെണ്ണത്തിൽ 2, 3, 4 ഒക്കെ വെച്ച് നട്ടു. അപ്പോൾ അതുകൊണ്ട് അതിന് വളരാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളത് ആ ഗ്രോ ബാഗൊക്കെ കീറി പോവുകയും ചെയ്തു. അപ്പം ഇനി ഏതായാലും അത് വിളവെടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ എന്നാലും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 5-6 ഗ്രോ ബാഗ് മഞ്ഞളിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പം ആ പുള്ളി ഇതെല്ലാം മണ്ണെല്ലാം ആ ഗ്രോ ബാഗിൽ നിന്ന് മണ്ണെല്ലാം ഇട്ടിട്ട് അതിൽ നിന്ന് മഞ്ഞൾ അടർത്തി മാറ്റുകയാണ്. അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് നല്ല ക്ലീനായിട്ട് റെഡിയാക്കി തന്നു. ഞാൻ മഞ്ഞൾ കഴുകിയിട്ടിരിക്കുന്നത് കാണിച്ചില്ലേ, നല്ല പോലെ. ഇത് ഭയങ്കര പാടാട്ടോ ഇത് ശരിയാക്കി എടുക്കാനായിട്ട്. പക്ഷെ വളരെ ക്ലീനായിട്ട് കൃത്യമായിട്ടൊക്കെ ചെയ്തു തന്നു. ഈ മണ്ണിൽ നിന്ന് ഇതെല്ലാം ഈ മഞ്ഞൾ മാത്രമായിട്ട് വേർപെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ. അതിൻ്റെ വേരൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതെല്ലാം ആ മണ്ണ് ഉള്ളിൽ കയറിയിരിക്കുവാണ്. അതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് മഞ്ഞൾ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാൻ. അതൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇവർ ചെയ്തു തരുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരാളാണ് ഈ പണിക്കാരൻ. അതൊന്ന് പൊക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ പോകുമെന്ന് തോന്നുന്നു, അല്ലേ? പോയില്ല. ഈ ഗ്രോ ബാഗിൽ നിന്നുള്ള മണ്ണ് നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. ഈ മണ്ണിനകത്ത് ഇപ്പം അധികം വളമൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി നേരത്തെ മഞ്ഞൾ നട്ടിരുന്നതാണ്. അതൊക്കെ ചെടി വലിച്ചെടുത്തിരുന്നു. ഇനിയും ആ മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് വളം ചേർത്ത് കൊടുക്കാം, എന്നിട്ട് പോട്ടിൽ നിറച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കുമ്മായം, ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, ജൈവവളം, ചകിരിച്ചോറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് ഈ പോട്ടിൽ നിറച്ചു കൊടുത്തത്. ഇവിടെ ഒരു ചേന നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണ്ടൊക്കെ വാടിപ്പോയി. അപ്പം ശരിക്കും ചേന അതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. വലിയ ചേനയൊന്നുമല്ല, ഒരു കുഞ്ഞു ചേനയാണ് കിട്ടിയേക്കുന്നത്. അതായത് ചേന നട്ടപ്പോൾ ഒരു അബദ്ധം പറ്റി. അതായത് അതിൻ്റെ ഉണക്ക് കുറച്ച് കൂടിപ്പോയി.
ഇത് കോവലത്തിൻ്റെ വള്ളി നമ്മൾ കട്ട് ചെയ്ത് വലിയ ഡ്രമ്മിനകത്ത് വെച്ച് കൊടുത്താണ്. നല്ലപോലെ അത് മുളച്ച് വന്നിട്ടുണ്ട്, പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനിയും പടർത്തി കൊടുത്താൽ മതി. ഇത് കണ്ടോ, മത്തനാണ്, മത്തൻ. ഞാനിത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ ഇത് മുളയ്ക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്ന് ഡ്രമ്മിലിട്ട് വെച്ചപ്പോൾ അത് നല്ലതുപോലെ വളർന്നു വന്നു. ഇത് അതുപോലെ തന്നെ തക്കാളി, ഇതുണ്ടോ, തക്കാളി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി. ഇത് ഇപ്പോൾ ലാസ്റ്റ് നട്ടതാണ്, അതിലും തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇത് ചേനയുടെ വിത്തിൻ്റെ ഉണക്ക് കൂടിപ്പോയി, അതാണ് ചേന വളരെ ചെറുത്. അതായത് മുളച്ച് വരാനൊക്കെ ഒരുപാട് താമസം വന്നു. കാച്ചിൽ പറിച്ചെടുക്കാനുള്ള ശ്രമമാണ്. കണ്ടില്ലേ, തിരുവാതിരയുടെ സമയത്ത് നമുക്ക് ആളെ കിട്ടാത്തതുകൊണ്ട് കാച്ചിൽ പറിക്കാൻ പറ്റിയില്ല. ഇവിടെ 2 കടയുണ്ടായിരുന്നു. അതെ, ഇപ്പോഴാണ് അത് പറിച്ചെടുക്കുന്നത്. ഉണ്ടോ, ഒരുവിധം വലുതാണ്, വലിയ വലിപ്പമായിട്ടുമില്ല. കാച്ചിലിന് അങ്ങനെയുള്ള ഈ സമയത്താണ് കാച്ചിൽ പറിക്കേണ്ടത്. പൈനാപ്പിള് 5-6 കടയുണ്ട്, പക്ഷേ ഒരെണ്ണത്തും ഉണ്ടായി വന്നിട്ടുണ്ട്, റൈപ്പായിട്ടില്ല. അടുത്ത കാച്ചിലിൻ്റെ കട തിരഞ്ഞെടുക്കുക. അതും വലിയ കുഴപ്പമില്ല, ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു ഇതുണ്ട്. ഇനിയും ഇഞ്ചി ഉള്ളത് പറിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞു. ഇഞ്ചി അത്ര ഇതായിട്ടില്ല, നമുക്ക് കുറച്ച് ഇഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ. അതാണെങ്കിൽ മുളയ്ക്കാതെ കിടക്കുമായിരുന്നു. അവസാനം മുളച്ച് വന്നപ്പോൾ ഇതേ കണ്ടില്ലേ, വലിയ ഇഞ്ചിയൊന്നും വലിയതായിട്ട് വലിപ്പം വച്ചില്ല. കണ്ടോ, വേരങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് കിട്ടിയതായി എന്ന് വയ്ക്കാം, അത്രേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ കപ്പ പറിക്കുന്നതിലേക്ക് കടന്നു. ഒരുപാടൊന്നും പൊക്കുന്നില്ല, 1-2 കട എങ്ങാനും പൊക്കി നോക്കാമെന്ന് വിചാരിച്ചു. വല്ലതും അടിയിലുണ്ടോ എന്നറിയാമല്ലോ. അപ്പം കുറച്ചുണ്ടായിട്ടുണ്ടെന്ന് ആ പണിക്കാരൻ തന്നെ പറയുന്നുണ്ട്. ഇതേ കണ്ടോ. പക്ഷെ അധികം വണ്ണം വച്ചില്ല ഇത്തവണത്തെ കപ്പയ്ക്ക്. നീളത്തിലുണ്ട്, പക്ഷെ വലിയ വലിപ്പമായില്ല. സാധാരണ ഇവിടെ നല്ല വണ്ണത്തിലുള്ള കപ്പ കിഴങ്ങ് കിട്ടാറുള്ളതാണ്. ഇത്തവണ അത്രയും ഇതായില്ല. കപ്പ നമ്മൾ ഫുള്ളൊന്നും പറിച്ചെടുത്തില്ല, ഒരു 2 കടയും കണ്ട് പൊക്കി നോക്കിയുള്ളൂ. കുറച്ച് കിഴങ്ങ് കിട്ടി കേട്ടോ. പക്ഷെ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന അത്രയും വണ്ണത്തിലുള്ള കിഴങ്ങൊന്നും ആയില്ല. ഇത്തവണ അത്ര നന്നായില്ല. മഞ്ഞൾ നമ്മൾ പറിച്ചതൊക്കെ നല്ലപോലെ ആ മണ്ണൊക്കെ കളഞ്ഞ് കഴുകി നല്ല ക്ലീനാക്കി ഒരു ഷീറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് പിന്നെ ഇത് പുഴുങ്ങി ഉണക്കിയെടുക്കണം, എന്നാലേ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. നല്ല മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം, അത്ര തന്നെ. നമ്മൾക്ക് കിട്ടിയ കപ്പ, കാച്ചിൽ, ചേന, പിന്നെ ഇഞ്ചി കുറച്ചേ ഉള്ളൂ എങ്കിലും. കണ്ടോ, ചേനയൊക്കെ വളരെ ചെറുതാണ് കിട്ടിയത്. കപ്പ പിന്നെ വലിയ കുഴപ്പമില്ല, എന്നാലും അത്ര വലിപ്പം വച്ചിട്ടില്ല, വലിയ കിഴങ്ങായില്ല. കാച്ചിൽ കുഴപ്പമില്ല,